വേറൊരു ഗ്രഹത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് വന്നു വീണ 5 പവർഫുൾ റിങ്സ്. ഈ 5 റിങ്സും 5 നായ്ക്കൾക്ക് കിട്ടി. അതോടെ ഓരോ നായ്ക്കൾക്കും ഓരോ സൂപ്പർ പവേഴ്സും കിട്ടി. അങ്ങനെ ഈ പവർ യൂസ് ചെയ്ത് ഈ 5 നായ്ക്കളും ഒന്നു ചേർന്ന് അവരുടെ സിറ്റിയെ രക്ഷിക്കാൻ ഇറങ്ങി. അതിനുശേഷം നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പ്രായമായ മുത്തശ്ശന്റെ വീടാണ്. അയാൾ ഒരു ഫാർമറാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. ഈ മുത്തശ്ശന് ഒരു കൊച്ചുമകനുണ്ട്. ഇവനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. അവൻ ഇന്ന് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവൻ വന്ന് അവന്റെ മുത്തശ്ശനോട് ചോദിച്ചു, എന്റെ ബർത്ത്ഡേ ആയിട്ട് മുത്തശ്ശൻ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നത്? പെട്ടെന്നാണ് അവൻ വളർത്തുന്ന നായ അതിന്റെ പ്ലേറ്റിൽ തട്ടി സൗണ്ട് ഉണ്ടാകുന്നത്. അത് കണ്ടതും അവന് മനസ്സിലായി അതിന് വിശക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ഡോഗ് ഫുഡ് എടുത്ത് ആ നായയുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് അവൻ ആ ഫുഡിൽ നിന്നും ഒരു ഓറഞ്ച് കളർ റിങ് കിട്ടുന്നത്. അത് കണ്ടതും അവൻ വളരെ ഹാപ്പിയായി. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡോഗ് ഫുഡ് കമ്പനിയും ഒരു കോമിക് ബുക്ക് കമ്പനിയും കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോമിക് ബുക്കിൽ 5 റിങ്സിനെ പറ്റിയുള്ള ഒരു കഥ പറയുന്നുണ്ട്. അതിൽ 4 കളർ റിങ് അവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന്റെ കയ്യിലില്ലാത്ത 5ാമത്തെ കളറും അവന് കിട്ടി. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അവന്റെ മുത്തശ്ശൻ അവനൊരു സമ്മാനം കൊടുക്കുന്നത്. നീ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചില്ലേ, ദേ ഇതാണ് നിനക്കുള്ള സമ്മാനം. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കമ്പനി റിലീസ് ചെയ്ത ഫസ്റ്റ് കോമിക് ബുക്ക് ആയിരുന്നു ഇത്. അത് കണ്ടതും നായകന് ഒരുപാട് സന്തോഷമായി. മുത്തശ്ശൻ ഇത് എവിടുന്ന് ഒപ്പിച്ചു, ഞാനിത് എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? അതും പറഞ്ഞ് ഓടിച്ചെന്ന് അവൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ ദൂരത്തിൽ ഇൻസ്പയറ എന്ന് പേരുള്ള ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗ്രഹത്തിൽ വളരെ പവർഫുൾ ആയ 5 റിങ്സ് ഉണ്ടായിരുന്നു. ഈ റിങ്സിന്റെ പവർ കൊണ്ടാണ് അവരുടെ ഈ ഗ്രഹം തന്നെ നിലനിൽക്കുന്നത്. എന്നാൽ വേറെ ഗ്രഹത്തിലുള്ള ഡ്രഗ്സ് എന്ന പേരുള്ള ഒരു സൂപ്പർ വില്ലൻ ആ റിങ്സിന്റെ പവർ മനസ്സിലാക്കി ഇൻസ്പയർ എന്ന ഗ്രഹം ആക്രമിക്കാനായി വന്നു. എന്നാൽ ഇൻസ്പയറയ്ക്ക് ഒരു സൈന്യത്തലവൻ ഉണ്ടായിരുന്നു. ഇവന്റെ പേര് ക്യാപ്റ്റൻ മെഗസിസ്. ഇവനും ആ രാജ്യത്തിലെ രാജകുമാരിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. രാജകുമാരി ആ 5 പവർഫുൾ റിങ്സും എടുത്ത് ക്യാപ്റ്റൻ മെഗസിസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ റിങ്സ് അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇത് സേഫായ ഒരു സ്ഥലത്തേക്ക് നീ കൊണ്ടുപോകണം. ഇത് കേട്ട ക്യാപ്റ്റൻ മെഗസിസ് രാജകുമാരിയോട് പറഞ്ഞു, ഉറപ്പായി നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തിരിച്ചു വരും. അത്രയും പറഞ്ഞ് ആ പവർഫുൾ റിങ്സും എടുത്ത് ഒരു സ്പേസ് ഷിപ്പിൽ കയറി അവനോടൊന്ന് രക്ഷപ്പെട്ടു പോയി. എന്നാൽ ഇത് മനസ്സിലാക്കിയ വില്ലൻ അവന്റെ സ്പേസ് ഷിപ്പിനെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇവന്റെ കൂടെ നേരെ നിന്ന് ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ പറ്റില്ലെന്ന് ക്യാപ്റ്റന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ 5 റിങ്സും ഒരു റോക്കറ്റ് ലോഞ്ചറിൽ കയറ്റി തൊട്ടടുത്ത് കണ്ട ഏതൊരു ഗ്രഹത്തിലേക്ക് അവൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൻ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു ഷിപ്പ് വില്ലന്റെ ഷിപ്പിലേക്ക് അവൻ ഇടിച്ചു കയറ്റി. അതോടെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി 2 ഷിപ്പും പൊട്ടിത്തെറിച്ചു. ഇതേ സമയം ക്യാപ്റ്റൻ അയച്ച ആ 5 റിങ്സും വന്നത് ഭൂമിയിലേക്കായിരുന്നു. ഭൂമിയിലുള്ള ഏതൊരു സ്ഥലത്തേക്ക് അത് വന്നു വീണു. എന്നാൽ ആ സ്ഥലം കാണാൻ നായകന്റെ വീട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അവൻ ആ ബുക്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന് പുറത്ത് ആരെ ഹോൺ അടിക്കുന്ന സൗണ്ട് അവൻ കേൾക്കുന്നത്. സ്റ്റോറി പകുതിക്ക് വെച്ച് നിർത്തി അവൻ ഓടി പുറത്തേക്ക് പോയി നോക്കി. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, ആ സിറ്റിയുടെ ഷെരീഫായിരുന്നു. ഷെരീഫിന്റെ കൂടെ വേറെയും 4 കുട്ടികളും കൂടിയുണ്ട്. ആ കുട്ടികൾ മറ്റാരുമല്ല, നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവര് 4 പേരും ഒറ്റയ്ക്കല്ല വന്നത്, അവരുടെ 4 പേരെ നായ്ക്കളെയും കൂട്ടിയാണ് അങ്ങോട്ടേക്ക് വന്നത്. നായകന് കോമിക് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും സൂപ്പർ ഹീറോസിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നത്. അവരുടെ നായ്ക്കൾക്കും അതേ കളറിലുള്ള ഡ്രസ് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടത് നായകൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ സൂപ്പർ ഹീറോ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അത് കേട്ടതും അതിലൊരു പെണ്ണ് പറഞ്ഞു, നിന്റെ മുത്തശ്ശന ഞങ്ങളോട് ഇങ്ങനെ വരാൻ പറഞ്ഞത്, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അതുകൊണ്ട് നിന്നോട് പറയണ്ടെന്നും പറഞ്ഞു. അപ്പോഴാണ് നായകന്റെ മുത്തശ്ശനും ഒരു സൂപ്പർ ഹീറോയെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവന് പുതിയൊരു ഗിഫ്റ്റും കൂടി കൊടുത്തു. അവൻ ആ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയപ്പോഴാ അതിൽ അവനൊരു സൂപ്പർ ഹീറോ ഡ്രസ്സും അതേ കളറിലുള്ള അവന്റെ നായ്ക്ക് മറ്റൊരു ഡ്രസ്സും അതിലുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ പോയി ആ ഡ്രസ്സും ഇട്ടോണ്ട് വന്നു. എന്നിട്ട് മുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞു, നമ്മളൊരു ട്രഷർ ഹണ്ടിങ് ഗെയിം കളിക്കാൻ പോകുക. ഇവിടെയുള്ള എല്ലാവരും 2 ടീമായി പിരിയണം. എന്നിട്ട് ഞാൻ എന്റെ ഫാമിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ രഹസ്യനിധി കണ്ടുപിടിക്കണം. ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും വിന്നർ. അത് കേട്ടതും കുട്ടികളെല്ലാവരും പല വഴിക്ക് ഓടി ആ ട്രഷർ തിരയാൻ തുടങ്ങി. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന നായ്ക്കൾ അവരുടെ ലാംഗ്വേജിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ മാത്രം എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്, നമുക്കും പോയി ആ ട്രഷർ തിരയാം. അതും പറഞ്ഞുകൊണ്ട് അവരും പോയി പല വഴിക്ക് ട്രഷർ തിരയാൻ തുടങ്ങി. ഈ നായ്ക്കൾക്കെല്ലാം ഓരോ പേരുണ്ട്. പക്ഷെ ആ പേര് പറഞ്ഞാൽ കൺഫ്യൂസ് ആകുന്നത് കൊണ്ട് നമുക്ക് ഇവരുടെ ഡ്രസ്സിന്റെ കളർ പേരായിട്ട് ഉപയോഗിക്കാം. ദേ ഇവന്റെ പേരാണ് ഗ്രീൻ. ഗ്രീൻ എപ്പോഴും ചെളിയിൽ കിടന്ന് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ നേരെ പന്നികളുടെ കൂട്ടിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ചെളിയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകന്റെ ഡോഗായ ബ്ലൂവിനെയാണ്. ബ്ലൂവിന് ആ ഫാമിലുള്ള ഒരു പശുവിനെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം പശു എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആണല്ലോ, അതിനെ പോലെ സ്ട്രോങ് ആയി മാറണമെന്നാണ് ബ്ലൂവിന്റെ ആഗ്രഹം. അപ്പോഴാണ് പെട്ടെന്ന് ആ പശു അങ്ങോട്ടേക്ക് ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരൽ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ബ്ലൂവിനത് കണ്ടതും ഒരുപാട് ഇഷ്ടമായി. കൊള്ളാട സൂപ്പർ, നീ നല്ല സ്ട്രോങ് ആണല്ലോ എന്ന്
അവൻ ആ പശുവിനോട് പറഞ്ഞു. ഇതേ സമയം ഇവിടെ പിങ്കിയും ഗ്രേയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഗ്രേക്ക് എപ്പോഴും എല്ലാത്തിനോടും നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ പിങ്കി എപ്പോഴും ഗ്രേയെ കളിയാക്കാറുണ്ട്. നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട, എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. അത് കേട്ടതും പിങ്കി പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തു കാണിക്ക്. ഈ ഫാമിലുള്ളതിൽ ഏറ്റവും പാവപ്പെട്ട ജീവി കോഴിയാണ്. നീ ആ കോഴിയുടെ കൂട്ടിൽ പോയി അതിന്റെ ഒരു മുട്ട എടുത്തോണ്ട് വാ. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം നിനക്ക് ധൈര്യമുണ്ടെന്ന്. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് ഗ്രേ നേരെ കോഴിക്കൂട്ടിലേക്ക് കയറി. എന്നാൽ അവിടെയുള്ളൊരു മുട്ടയും എടുത്ത് തിരിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് കോഴികളെല്ലാം കൂടി അവനെ കാണുന്നത്. ഞങ്ങളുടെ കൂട്ടിൽ വന്ന് മുട്ടയെടുക്കാൻ മാത്രം ധൈര്യമായോ നിനക്ക്? അതും പറഞ്ഞുകൊണ്ട് കോഴികളെല്ലാം കൂടി അവനെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി. കോഴിയുടെ കൊത്തും കൊണ്ട് അവൻ ഓടുന്നത് കണ്ടതും പിങ്കിക്ക് ചിരി വന്നു. പിന്നീട് കാണിക്കുന്നത് ഓറഞ്ച് കളർ ഡ്രസ് ഇട്ട നായയാണ്. ഇതിനെപ്പോഴും ധ്യാനം ചെയ്യാനും യോഗാസനം ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പശുക്കളുടെ കൂടെ കൂടി എന്തോ ധ്യാനം ചെയ്യുവാണ്. അങ്ങനെ 5 നായ്ക്കളും പല സ്ഥലങ്ങളിൽ കറങ്ങിയ ശേഷം ഒരു റൂമിൽ വന്ന് എല്ലാരും കൂടെ ഒത്തുകൂടി. അപ്പോഴാണ് അവരെ കാഴ്ച കാണുന്നത്. അവിടെ ഒരു ചെറിയ കുഴി. ആ കുഴിയിൽ എന്തോന്ന് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി 5 പേരും കൂടി അങ്ങോട്ടേക്ക് പോയി നോക്കി. അതിലാ ഗ്രീൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ അവിടെ ഇറങ്ങി ആ കുഴി മാന്താൻ തുടങ്ങി. അപ്പോഴാണ് ആ കുഴിക്കുള്ളിൽ 5 കളറിലുള്ള റിങ്സ് അവർ കാണുന്നത്. സത്യത്തിൽ നായകൻ ആ കോമിക്സ് ബുക്കിൽ 5 പവർഫുൾ റിങ്സിനെ കുറിച്ചുള്ള ഒരു കഥ വായിച്ചിരുന്നില്ലേ? ആ കഥയിലുള്ളത് എല്ലാം സത്യമായിരുന്നു. ക്യാപ്റ്റൻ മെഗസിസ് ഭൂമിയിലേക്ക് വിട്ട ആ റിങ്സ് വന്ന് വീണത് ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ ക്രാഷ് ആയതുകൊണ്ട് ഈ റിങ്സ് എല്ലാം ഡീആക്ടിവേറ്റ് ആയി ഇരിക്കുവാണ്. ഇപ്പോൾ ഗ്രീന് തോണ്ടിയെടുത്തത് കൊണ്ട് ആ റിങ്സ് വീണ്ടും ആക്ടിവേറ്റ് ആയി പെട്ടെന്ന് അത് പതിയെ പൊങ്ങി ഓരോ നായ്ക്കളുടെയും കഴുത്തിലേക്ക് പോയി അത് ഓട്ടോമാറ്റിക്കായി ലോക്കായി. ഇതേ സമയം ഇവിടെ നായകന്റെ മുത്തശ്ശൻ കേക്കൊക്കെ കട്ട് ചെയ്ത് അവന്റെ ബർത്ത്ഡേ നല്ലതുപോലെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. മുത്തശ്ശൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതും അവൻ നേരത്തെ വായിച്ച കോമിക് ബുക്കിലെ ബാക്കി കഥ വായിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ മെഗസിസിന്റെ ഷിപ്പും പിന്നെ വില്ലന്റെ ഷിപ്പിൽ തമ്മിൽ കൂട്ടിയിടിച്ചില്ലേ? അതിൽ ക്യാപ്റ്റൻ ഷിപ്പ് നേരെ ഭൂമിയിൽ വന്ന് ലാൻഡായി. ആ ഷിപ്പ് ക്രാഷ് ആയ സ്ഥലത്തേക്ക് അവിടെ അടുത്തുള്ള ഒരു നായ അങ്ങോട്ടേക്ക് ഓടി വന്ന് ആ ഷിപ്പിലേക്ക് നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട ക്യാപ്റ്റൻ ആ ഷിപ്പ് ആരും കാണാത്ത രീതിയിൽ അവിടുന്ന് മറച്ചു വെച്ചു. എന്നിട്ട് നേരെ ആ നായയുടെ അടുത്തേക്ക് ചെന്നു. നായയെ കണ്ടതും ക്യാപ്റ്റൻ വിചാരിച്ചത് ഈ ഗ്രഹത്തിൽ ഇങ്ങനെയുള്ള ജീവികളാണ് ഒരുപാടുള്ളതെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ നായയുടെ അതേ രൂപത്തിലേക്ക് മാറി. പിന്നീട് കാണിക്കുന്നത് ജാക്ക് എന്ന പേരുള്ള ഒരു പയ്യനെയാണ്. അവനിങ്ങനെ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നായയെ ഇടിച്ച് അവൻ താഴെ വീഴുന്നത്. സത്യത്തിൽ അത് നായൊന്നുമല്ല, ക്യാപ്റ്റൻ മെഗസിസ് ആയിരുന്നു. ക്യാപ്റ്റൻ നേരെ ചെന്ന് ആ വീണ് കിടന്ന പയ്യനോട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? എന്നാൽ ഒരു നായ സംസാരിക്കുന്നത് കേട്ടതും ജാക്ക് ആകെ ഷോക്കായി. നീ എങ്ങനെ സംസാരിക്കുന്നേ? അതെന്താ, നിനക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ? എനിക്കും സംസാരിക്കാനൊക്കെ അറിയാം. അത് കേട്ടതും ജാക്ക് പറഞ്ഞു, ഭൂമിയിൽ ഇതുവരെ ഒരു നായെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. സത്യം പറ, ആരാ നീ? അത് കേട്ട ക്യാപ്റ്റൻ മെഗസിസ് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം ജാക്ക് പറഞ്ഞു, ഒരു കാരണവശാലും നീ ആരോട് സംസാരിക്കാൻ പാടില്ല. നായകൾ കൊരിക്കുകയാണ് ചെയ്യുന്നത്, സംസാരിക്കാറില്ല. അതും പറഞ്ഞ് അവൻ ക്യാപ്റ്റനെയും കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്ക് ഈ നായെ വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇനി മുതൽ ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അതോടെ ക്യാപ്റ്റൻ മെഗസിസ് അവന്റെ വീട്ടിൽ താമസമായി. എന്നിട്ട് ജാക്ക് ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്ത ആ ഒരു കഥ ഒരു ബുക്കിൽ എഴുതി അതൊരു കോമിക് ബുക്കാക്കി മാറ്റി അവനത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജാക്ക് എഴുതിയ ആ ഒരു സ്റ്റോറിയാണ് നായകൻ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കഥകളെല്ലാം നായകൻ അവന്റെ ഫ്രണ്ട്സിന് വായിച്ചു കേൾപ്പിച്ചു. പിന്നീട് കാണിക്കുന്നത് ആ കോമിക് ബുക്ക് കമ്പനിയുടെ ഹെഡ് ഓഫീസാണ്. ഇവനാണ് ആ കൊച്ചുപയ്യൻ ജാക്ക്. ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. ക്യാപ്റ്റനിവിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തോ കൊണ്ട് അവൻ ഷോക്കാകുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ജാക്കിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ 5 പവർ റിങ്സും വീണ്ടും ആക്ടിവേറ്റ് ആയില്ലേ? അതാണ് അവൻ കമ്പ്യൂട്ടറിലൂടെ കണ്ടത്. ആ 5 പവർ റിങ്സും വീണ്ടും ആരോ ആക്ടിവേറ്റ് ആക്കി. ഉറപ്പായിട്ടും ഈ സിഗ്നൽ ആ ഡ്രഗ്സിനും കിട്ടിയിട്ടുണ്ടാവും. അവനത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. ബ്ലൂവിന്റെ കഴുത്തിൽ ഒരു പവർ റിംഗ് ഇല്ലേ? അത് കാരണം ബ്ലൂവിന് സൂപ്പർ സ്ട്രെങ്ത് ശക്തി കിട്ടി. അവൻ പതിയെ ചെന്ന് ഫ്രിഡ്ജിന്റെ ഡോർ ഓപ്പൺ ആക്കാൻ നോക്കിയതും ഫ്രിഡ്ജിന്റെ ഡോർ മൊത്തത്തിൽ പൊളിഞ്ഞ് താഴെ വീണു. ഇത്ര പെട്ടെന്ന് ഞാൻ ഇത്രയ്ക്ക് സ്ട്രോങ് ആയോ? അതും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫുഡും എടുത്ത് അവനോട് ഓടിപ്പോയി. എന്നാൽ ഇത് കണ്ട നായകനും അവന്റെ മുത്തശ്ശനും ആകെ ഷോക്കായി. ഇതേ സമയം ഗ്രേയുടെ ഓണറായ ആ പയ്യൻ ബാസ്കറ്റ് ബാൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചു നേരം കളിച്ചിട്ട് ആ പയ്യൻ അവിടുന്ന് പോയതും ഗ്രേ അങ്ങോട്ടേക്ക് വന്ന് ബോൾ തട്ടി ബാസ്കറ്റിൽ ഇടാൻ നോക്കി. എന്നാൽ പെട്ടെന്നാണ് അവന്റെ ബോഡി റബ്ബർ പോലെ വലിഞ്ഞു നീണ്ട് ആ ബാസ്കറ്റിലേക്ക് അവൻ ബോൾ ഇടുന്നത്. അതായത് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു റിങ് അവന് റബ്ബർ പോലെ വലിയാനുള്ള പവർ കൊടുത്തു. ഇതേ സമയം ഇവിടെ കുറച്ചുപേര് യോഗ ചെയ്യുവാണ്. ഓറഞ്ചും ഇപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അവൻ മറ്റുള്ളവരെ പോലെ താഴെ ഇരിക്കാതെ എയറിൽ പറന്നുകൊണ്ടിരിക്കുവാണ്. അതായത് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു റിങ് അവന് ടെലികാനിക്സ് പവർ കൊടുത്തു. അതായത് അവന്റെ മൈൻഡ് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേ സമയം ഇവിടെ ഗ്രീനെ കാണിക്കുവാണ്. ഗ്രീൻ എപ്പോഴും ചെളിയിൽ കിടന്ന് കളിക്കാനാണല്ലോ ഇഷ്ടം. അങ്ങനെ അവൻ ചെളിയിൽ കിടന്ന് കളിക്കുമ്പോഴാണ് അവന്റെ ഓണർ പയ്യൻ അവനെ കുളിക്കാനായി വിളിക്കുന്നത്. എന്നാൽ
എന്നാൽ ഇവന് കുളിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടുന്ന് മാഞ്ഞു പോകുന്നത്. അതായത് 6 റിങ് അവന് മാഞ്ഞു പോകാനുള്ള പവർ കൊടുത്തു. ഇതേ സമയം ഇവിടെ പിങ്കി അവളുടെ ഓണർ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അവിടെ അവൾ അടിക്കേണ്ട ഒരു ഗോൾ പോസ്റ്റിൽ കയറാതെ മിസ്സായി. എന്നാൽ ഇത് കണ്ട പിങ്കി ലൈറ്റ്നിങ് സ്പീഡിൽ പോയി ആ ബോള് ഗോൾ പോസ്റ്റിലേക്ക് തട്ടിക്കയറ്റി. അവൾ അത്രയ്ക്ക് സ്പീഡിൽ വന്നതുകൊണ്ട് അവൾ വന്നതും പോയതും ഒന്നും അവിടെയുള്ള ആരും കണ്ടില്ല. അതായത് പിങ്കിയുടെ ഈ റിങ് അവൾക്ക് സ്പീഡിൽ പോകാനുള്ള പവർ കൊടുത്തു. ഇതേ സമയം ഇവിടെ ബഹിരാകാശത്ത് സിനിമയുടെ വില്ലനെ കാണിക്കുവാണ്. ജീവിതം തന്നെ വെറുത്ത് എങ്ങോട്ടൊന്നില്ലാതെ അവൻ അലഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവന് അസിസ്റ്റന്റായി ഒരു മങ്കി ആ ഷിപ്പിലുണ്ടായിരുന്നു. ആ മങ്കി ഓടി വന്ന് വില്ലനോട് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. ആ പവർ റിങ്സിൽ നിന്നും നമുക്ക് ചെറിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും വില്ലന് ഒരുപാട് സന്തോഷമായി. ആ സിഗ്നൽ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നത്, വേഗം തന്നെ നമുക്ക് ആ ഗ്രഹത്തിലേക്ക് പോകാം. ഇതേ സമയം ഇവിടെ സൂപ്പർ പവറുള്ള 5 നായ്ക്കളും ഒത്തുകൂടി. എന്നിട്ട് അവർക്ക് കിട്ടിയ പവറിനെ കുറിച്ചൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കള്ളൻ അങ്ങോട്ടേക്ക് വന്ന് ഒരു ലേഡിയുടെ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നത്. ഇത് കണ്ട ഗ്രേ റബ്ബർ പോലെ വലിഞ്ഞ് ആ കള്ളനെ തട്ടി താഴെയിട്ടു. അതോടെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ആ കള്ളനെ പിടിച്ചു. എന്നാൽ ഇത് കണ്ടപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും ഒരു ഐഡിയ തോന്നുന്നത്. നമ്മൾ 5 പേരും നമുക്ക് കിട്ടിയ പവർ ഉപയോഗിച്ച് എല്ലാവരെയും ഇതുപോലെ ഹെൽപ്പ് ചെയ്യണം. ഇന്നു മുതൽ അതാണ് നമ്മുടെ പ്രധാന ജോലി. അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പൂച്ച മരത്തിന് മുകളിൽ നിന്ന് എന്നെ സഹായിക്കണേന്നും പറഞ്ഞ് ഉറക്കം നിലവിളിക്കുന്നത്. ഇത് കണ്ട ബ്ലൂ ഞാൻ അവനെ രക്ഷിക്കാമെന്നും പറഞ്ഞ് ആ മരത്തിൽ പിടിച്ച് ഒന്ന് തള്ളി. കറക്റ്റ് സമയത്താണ് ഷെരീഫിന്റെ വണ്ടി അതുവഴി വരുന്നത്. ആ മരം കറക്റ്റായി ഷെരീഫിന്റെ വണ്ടിയുടെ മുകളിലേക്ക് വീണു. അത് കണ്ടതും അവിടെയുള്ള എല്ലാ നായ്ക്കളും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതേ സമയം ഇവിടെ ക്യാപ്റ്റൻ മെഗസിക്സും ജാക്കും കൂടി ആ റിങ്സ് എവിടെയുള്ളതെന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. എന്നാൽ കറക്റ്റ് ലൊക്കേഷൻ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ പോയി ആ സ്ഥലത്ത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാം, ഉറപ്പായും അത് അവിടെ എവിടെയും ഉണ്ടാകുമെന്നും പറഞ്ഞ് അവൻ നേരെ ആ റിങ്സും തേടിപ്പോയി. ഇതേ സമയം നമ്മുടെ നായകന്മാരെല്ലാരും കൂടി ഒരു ഷോപ്പിന്റെ അടുത്തൂടെ പോകുമ്പോഴാണ് അവരെ കാഴ്ച കാണുന്നത്. 2 കള്ളന്മാർ ആ ഷോപ്പ് ഓണറിനെ കെട്ടിവെച്ച് അവിടെ മുഴുവൻ മോഷണം നടത്തുന്നു. ഉറപ്പായും നമുക്ക് അയാളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് 5 പേര് നേരെ ഷോപ്പിലേക്ക് കയറി. പെട്ടെന്ന് പിങ്കി അവിടെ ഉണ്ടായിരുന്ന കയറെടുത്ത് സൂപ്പർ സ്പീഡിൽ 2 കള്ളന്മാരെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് ആ ഷോപ്പ് ഓണറിനെ കെട്ട് മഴിച്ചു വിട്ടിട്ട് അവനവിടെ നിന്ന് ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞതും ഷെരീഫ് അങ്ങോട്ടേക്ക് വന്ന് ആ 2 കള്ളന്മാരെയും അറസ്റ്റ് ചെയ്തു. ന്യൂസുകാരി വന്ന് ആ ഷോപ്പിന്റെ ഓണറോട് എന്താ ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചു. 2 കള്ളന്മാർ എന്നെ കെട്ടിയിട്ട് മോഷണം നടത്തിയപ്പോൾ 5 സൂപ്പർ ഹീറോ ഡോഗ്സ് വന്നാണ് അയാളെ രക്ഷപ്പെടുത്തിയെന്ന് അയാൾ ന്യൂസുകാരോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ആ ന്യൂസ് റിപ്പോർട്ടർ ലേഡി അതൊന്നും വിശ്വസിച്ചതേയില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. വില്ലനായ ഡ്രഗ്സ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നായകന്റെ വീടിരിക്കുന്ന സ്ഥലത്താണ് അവർ വന്ന് ലാൻഡ് ആയത്. എന്നിട്ട് അവൻ പതിയെ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അവൻ ആദ്യം കണ്ട കാഴ്ച ഫാമിൽ കിടക്കുന്ന പന്നികളെയാണ്. ഇത് കണ്ട വില്ലൻ വിചാരിച്ചത് ഈ ഗ്രഹത്തിൽ ഇങ്ങനെയുള്ള ജീവികളാണ് കൂടുതലുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ പവർ ഉപയോഗിച്ച് നേരെ അതിലൊരു പന്നിയുടെ ശരീരത്തിലേക്ക് കയറി. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും നായകന്റെ മുത്തശ്ശൻ പന്നികൾക്ക് ഫുഡ് എടുക്കാനായി വന്നു. ഫുഡ് എടുത്ത് എറിഞ്ഞപ്പോൾ ചെന്ന് വീണത് വില്ലന്റെ ദേഹത്തായിരുന്നു. അത് കണ്ട് വില്ലനൊക്കെ ദേഷ്യം വന്നു. നിനക്കെന്താണ് കണ്ണില്ലേ, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് കണ്ടൂടെ? എന്നാൽ ഒരു പന്നി സംസാരിക്കുന്നത് കേട്ടത് മുത്തശ്ശൻ ആകെ ഷോക്കായി. അപ്പോഴാണ് അയാൾ അവിടെ കിടക്കുന്ന സ്പേസ് ഷിപ്പ് കാണുന്നത്. അതും കൂടി കണ്ടതും അയാൾ നിലവിളിച്ച് അവിടുന്ന് പേടിച്ചോടിപ്പോയി. ഇത് കണ്ട വില്ലൻ അവന്റെ അസിസ്റ്റന്റായ ആ മങ്കിയോട് പറഞ്ഞ് ആ സ്പേസ് ഷിപ്പ് ആരുടെയും കണ്ണിൽ കാണാത്ത രീതിയിൽ അവിടുന്ന് മായച്ചു കളഞ്ഞു. എന്നിട്ട് വില്ലൻ നേരെ ചെന്ന് അവിടെ കിടന്ന മുത്തശ്ശന്റെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അതും ഓടിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ അവൻ ആ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കൺട്രോൾ ഇല്ലാതെ അവൻ ആ വണ്ടി എവിടെ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി. ഇതേസമയം നായകന്റെ മുത്തശ്ശൻ ഷെരീഫിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഷെരീഫിനെ കണ്ടതും നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ അയാളോട് പറഞ്ഞു. എന്നാൽ ഷെരീഫ് അവിടെ വന്ന് നോക്കിയപ്പോഴുത പച്ചക്കളറിലുള്ള പന്നിയും അവിടെ കാണുന്നില്ല. പിന്നെ ആ സ്പേസ് ഷിപ്പും അവിടെയില്ല. ഇത് കണ്ട ഷെരീഫ് മുത്തശ്ശനോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ നന്നായി ഉറങ്ങിയില്ല അല്ലേ? നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ തോന്നലുണ്ടാകും. അപ്പോഴാണ് പെട്ടെന്ന് ഷെരീഫിന് ഒരു കോള് വരുന്നത്. സിറ്റിയിൽ എന്തോ ആക്സിഡന്റ് നടന്നു എന്നറിഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അപ്പോഴിത് ആക്സിഡന്റ് നടന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പന്നി ഇരിക്കുന്നു. പന്നിക്ക് എന്നു മുതലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്? അത്രയും പറഞ്ഞുകൊണ്ട് ഷെരീഫ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കയറെടുത്തെറിഞ്ഞ് വില്ലനെ പിടിച്ചു. വില്ലൻ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ അവന്റെ വായിൽ ആപ്പിളും കുത്തിക്കയറ്റി. ഇതേ സമയം ഇവിടെ മുത്തശ്ശൻ ഷെരീഫിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നത് നായകൻ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ എല്ലാ കൂട്ടുകാരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് എല്ലാവരും കൂടി പോയി ആ പന്നിയുടെ കൂട്ടിൽ റിസർച്ച് നടത്താൻ തുടങ്ങി. നായകൻ ആ കൂട്ടിനകത്തേക്ക് കയറി അവിടെയെല്ലാം നോക്കുമ്പോഴാണ് വില്ലൻ മറച്ചു വെച്ചിരുന്ന ആ സ്പേസ് ഷിപ്പിൽ അവൻ തട്ടുന്നത്. ഇവിടെ എന്തോന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ ആ സ്പേസ് ഷിപ്പിൽ 2 തട്ടുകൊടുത്തതും പെട്ടെന്നത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തെളിഞ്ഞു വന്നു. അപ്പോഴാണ് ആ ഷിപ്പിൽ ഒരു സിമ്പൽ അവൻ കാണുന്നത്. ഈ സിമ്പൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇതെല്ലാം ആ ഷിപ്പിനകത്തുള്ള മങ്കി കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മങ്കി ഒരു ബട്ടണിൽ ഞെക്കിയതും വീണ്ടും ആ ഷിപ്പ് അവിടുന്ന് മാഞ്ഞുപോയി. എന്നാൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം നായകന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്റെ കൂടെ വായെന്നും പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സിനെ അവൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവന്റെ കോമിക്സ് ബുക്ക് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ നേരത്തെ ഷിപ്പിൽ
ഷിപ്പിൽ കണ്ട ആ ഒരു സിമ്പലും അവന്റെ കോമിക് ബുക്കിലെ വില്ലന്റെ ഷിപ്പിന്റെ സിമ്പലും ഒരേപോലെയായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ച് അവൻ അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെറുമൊരു കഥയല്ല, എല്ലാം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതേ സമയം വില്ലന്റെ ഷിപ്പിനകത്തുള്ള ആ മങ്കി അതിനകത്തിരുന്ന് ആകെ ബോറടിച്ചു. അതുകൊണ്ട് അവൻ പതിയെ പുറത്തേക്ക് വന്ന് ആ ഫാമിലുള്ള പന്നികളെയും കോഴികളെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ 5 സൂപ്പർ ഹീറോ നായ്ക്കളും സിറ്റിയിലൂടെ നടന്നു പോകുവാണ്. അപ്പോഴാണ് ഒരു വീടിന് തീ പിടിക്കുന്നത് അവർ കാണുന്നത്. അത് മാത്രവുമല്ല, ആ വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട പിങ്കി സൂപ്പർ സ്പീഡിൽ അകത്തേക്ക് പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയുള്ളത് 2nd ഫ്ലോറിലാണ്. പക്ഷേ റൂമിന്റെ ഡോർ തുറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ബാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് 5 പേരും ഓടി അകത്തേക്ക് പോയി. ബ്ലൂ അവന്റെ സൂപ്പർ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ ഡോർ തല്ലി തകർത്തു. എന്നാൽ ആ റൂം ഫുള്ള് തീ പിടിച്ചത് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ 5 പേരും ആകെ ടെൻഷനായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാപ്റ്റൻ മെഗസിസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ആ 5 നായ്ക്കളും ക്യാപ്റ്റനും ചേർന്ന് ആ കുട്ടിയെ സേഫായി രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു. എന്നാൽ ഇത് കണ്ട ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഓടി വന്ന് ആ കുട്ടിയോട് ചോദിച്ചു എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടതെന്ന്. അത് കേട്ടതും ആ കുട്ടി പറഞ്ഞു, സൂപ്പർ പവറുള്ള 6 നായ്ക്കളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അത് കേട്ടതും റിപ്പോർട്ടറിന് മനസ്സിലായി നേരത്തെ ഷോപ്പ് ഓണർ പറഞ്ഞത് എല്ലാം സത്യമായിരുന്നെന്ന്. നമ്മുടെ സിറ്റി രക്ഷിക്കാൻ പുതിയ സൂപ്പർ ഹീറോസ് വന്നെന്ന് അവരെ ന്യൂസിലൂടെ എല്ലാവരോടും പറഞ്ഞു. ഇതേ സമയം ഷെരീഫ് പന്നിയായി മാറി വില്ലനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നിട്ടു. അവിടെ എത്തിയതും വില്ലൻ ഷെരീഫിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല, അതും പറഞ്ഞുകൊണ്ട് അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഷെരീഫിനോട് പറഞ്ഞു. ഷെരീഫ് ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുമ്പോഴാണ് വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് അവരുടെ രണ്ടുപേരുടെയും ആത്മാക്കളെ തമ്മിൽ ചേഞ്ച് ചെയ്യുന്നത്. അതായത് വില്ലൻ ഇപ്പോൾ ഷെരീഫിന്റെ ശരീരത്തിലും ഷെരീഫ് ഇപ്പോൾ ആ പന്നിയുടെ ശരീരത്തിലുമായി. ആ ശരീരത്തെക്കാൾ ഈ ശരീരം കൊള്ളാമെന്നും പറഞ്ഞ് വില്ലൻ അവിടുന്ന് പോകാനായി ഇറങ്ങുമ്പോഴാണ് നായകന് കൂട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഷെരീഫാണെന്ന് കരുതി ആ വില്ലനോട് പറഞ്ഞു, കോമിക് ബുക്കിലുള്ള ഒരു വില്ലൻ ശരിക്കും നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം, കാരണം അവൻ അത്രയ്ക്കും അപകടകാരിയാണ്. അത് കേട്ടതും വില്ലൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ വളരെ അപകടകാരിയാണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അത് കേട്ടപ്പോഴാണ് നായകനും കൂട്ടുകാർക്ക് മനസ്സിലായത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഷെരീഫല്ല, ആ വില്ലനാണെന്ന്. പെട്ടെന്ന് തന്നെ വില്ലൻ കുട്ടികളെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷെരീഫിന്റെ നായ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടതും കൂട്ടിൽ കിടന്ന ഷെരീഫ് പറഞ്ഞു, എടാ ഞാനാണ് ഷെരീഫ്, എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത് ഏലിയൻ ആണെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം ആ നായയോട് പറഞ്ഞു. അത് കേട്ടതും അവന്റെ നായ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് ഷെരീഫ് ആകെ ഷോക്കായി. നിനക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ? അതെ, എല്ലാ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്നത് മൃഗങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. നീ ഇപ്പോൾ ഒരു മൃഗമായി മാറിയത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നത്. ശരി ശരി, ആദ്യം എന്നെ ഈ ജയിലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തു. ഇതേ സമയം ഇവിടെ ക്യാപ്റ്റൻ മെഗസിസ് 5 നായ്ക്കളെ നായകന്റെ വീടിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പവർ റിങ്സ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ അറ്റാച്ച് ആയി, അതുകൊണ്ട് അതിന്റെ ശക്തികൾ നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ആ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാമെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ മെഗസിസ് അവരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർക്കും അവരുടെ പവറിനെ കുറിച്ചും അത് എങ്ങനെ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് ക്യാപ്റ്റൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ക്യാപ്റ്റൻ ഗ്രേയോട് പറഞ്ഞു, നിന്റെ ശരീരം നിനക്ക് റബ്ബർ പോലെ എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാൻ പറ്റും. ആ ഡ്രഗ്സിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ശക്തിയാണ്, പക്ഷെ നിന്റെ ശരീരം റബ്ബർ പോലെ വലിയുന്നത് കൊണ്ട് ആ പവർ നിന്റെ അടുത്ത് യൂസ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നീ വേണം നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും രക്ഷപ്പെടുത്താൻ. അതും പറഞ്ഞുകൊണ്ട് അവനും ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇതേ സമയം ഷെരീഫിന്റെ ബോഡിയിലുള്ള വില്ലൻ കുട്ടികളെയും തട്ടിക്കൊണ്ട് നേരെ നായകന്റെ വീട്ടിലെത്തി. എന്നാൽ മുത്തശ്ശൻ അവരെ കണ്ടപ്പോ വിചാരിച്ചത് ആ വന്നത് ഷെരീഫ് ആണെന്നാണ്. നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കണ്ട നായകൻ കാറിൽ ഇരുന്നു കൊണ്ട് അവന്റെ മുത്തശ്ശനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുത്തശ്ശ, അത് ഷെരീഫല്ല, ആ കോമിക് ബുക്ക് സ്റ്റോറിയിലുള്ള വില്ലൻ ക്യാരക്ടർ ഡ്രഗ്സ് ആണ്. അത് കേട്ട മുത്തശ്ശൻ വില്ലനെ ആക്രമിക്കാനായി വന്നതും വില്ലൻ അവന്റെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് മുത്തശ്ശനെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് കുട്ടികളെ എല്ലാവരെയും അവിടെയുള്ളൊരു മുറിയിൽ പൂട്ടിയിട്ടു. നായകൻ അവന്റെ കയ്യിലുള്ള എല്ലാ കോമിക് ബുക്കും എടുത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഡ്രഗ്സിനെ തടയാനുള്ള വഴി ഈ കോമിക് ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും ഇത് വായിച്ച് അവനെ തടയാനുള്ള വഴി കണ്ടുപിടിക്കുക. ഇതേ സമയം വില്ലൻ നേരെ അവന്റെ ഷിപ്പിലേക്ക് കയറി. ഈ ഗ്രഹം എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനിത് നശിപ്പിക്കാൻ പോകുക. അത്രയും പറഞ്ഞുകൊണ്ട് അവനൊരു ബട്ടണിൽ ഞെക്കിയതും ആ ഷിപ്പിൽ നിന്നും ഒരു ലൈറ്റ് നേരെ സ്പേസിലേക്ക് പോയി. എന്നിട്ട് വേറെ ഏതോ വഴി പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഉൽക്കയുടെ വഴി തിരിച്ച് നേരെ ഭൂമിയിലേക്ക് വിട്ടു. ഇപ്പോൾ ആ ഉൽക്ക ഭൂമി ഇടിക്കാനായി വന്നുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ക്യാപ്റ്റൻ മെഗസിസും 5 നായ്ക്കളും സ്ഥലത്തെത്തി. നിങ്ങളുടെ കയ്യിലുള്ള 6 റിങ് ഒരു കാരണവശാലും അവന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിൽക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് വില്ലനുമായി ഫൈറ്റ് ചെയ്യാൻ പോയി. എന്നാൽ വില്ലൻ അവന്റെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് ക്യാപ്റ്റനെ അടിച്ച് താഴെയിട്ടു. ക്യാപ്റ്റൻ വീണു. ഇനി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് 5 നായ്ക്കളും കൂടി നേരെ വില്ലന്റെ അടുത്തേക്ക് പോയി. ഇത് കണ്ട വില്ലൻ അവന്റെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്തതും ഗ്രേ റബ്ബർ പോലെ വലിഞ്ഞ് അവന്റെ ഫ്രണ്ട്സിന്റെ മുന്നിലേക്ക് കയറി നിന്നു. അതോടെ ആ ഇലക്ട്രിക്കൽ പവർ ഗ്രേയുടെ ശരീരത്തിൽ തട്ടി തിരിച്ച് വില്ലന്റെ ശരീരത്തിൽ കൊണ്ടതും അവൻ അവിടുന്ന് ദൂരേക്ക് തെറിച്ചു
പോയി വീണു. എന്നാൽ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വീണ്ടും ചാടി ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന കുറച്ച് വെപ്പൺസ് എടുത്ത് ആ നായ്ക്കൾക്ക് നേരെ എറിഞ്ഞതും പിങ്കി അവളുടെ സൂപ്പർ സ്പീഡ് ഉപയോഗിച്ച് ആ വെപ്പൺസ് എല്ലാം പിടിച്ചിട്ട് വില്ലിന് നേരെ തിരിച്ചറിഞ്ഞു. ജസ്റ്റ് മിസ്സിനാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നിട്ട് ബ്ലൂ അവന്റെ സൂപ്പർ സ്ട്രെങ്ത് ഉപയോഗിച്ച് വില്ലന്റെ തലക്കെട്ട് റെഡി കൊടുത്തു. എന്നാൽ ഇതെല്ലാം വില്ലന്റെ അസിസ്റ്റന്റായ മങ്കി ദൂരെ നിന്ന് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ കിടന്ന ഒരു ട്രാക്ടർ എടുത്ത് അവരുടെ മുകളിലേക്ക് ഇടാൻ നോക്കുന്നത്. ഇത് കണ്ട ഗ്രീൻ അവന്റെ പവർ ഉപയോഗിച്ച് അവനെയും അവന്റെ കൂട്ടുകാരെയും അവിടുന്ന് മായച്ചു കളഞ്ഞു. അതോടെ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. വില്ലൻ നല്ല പവർഫുൾ ആണെന്നും അവർക്ക് അവനോട് ജയിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ 5 പേരും നായകനെയും കൂട്ടുകാരെയും പൂട്ടിയിട്ടിരുന്ന ആ ഷെഡിലേക്ക് ഓടിക്കയറിപ്പോയി. ഇത് കണ്ട വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഷെഡ് മുഴുവൻ അടിച്ചു നശിപ്പിച്ചിട്ട് പറഞ്ഞു, വേഗം ആ പവർ റിങ്സ് എന്റെ കയ്യിൽ തന്നേക്ക്, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. അത് കേട്ട നായകൻ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഈ റിങ്സ് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ആ 5 പവർ റിങ്സും വില്ലന്റെ കയ്യിലേക്ക് കൊടുത്തു. വളരെ സന്തോഷത്തോടെ വില്ലൻ ആ റിങ്സും വാങ്ങി അവിടുന്ന് പോകാനായി ഇറങ്ങുമ്പോഴാണ് ഷെരീഫും അവന്റെ നായയും അങ്ങോട്ടേക്ക് വരുന്നത്. ഷെരീഫ് അവനെ നോക്കി പറഞ്ഞു, എടാ പോകുന്നതിന് മുമ്പ് എന്റെ ബോഡിയെങ്കിലും എനിക്ക് തിരിച്ചു തന്നിട്ട് പോടാ, നിന്റെ ഈ വൃത്തികെട്ട ബോഡി നീ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് ഷെരീഫിന്റെ ബോഡി അവന് തന്നെ തിരിച്ചു കൊടുത്തു. അതോടെ രണ്ടുപേരും അവരുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ പവർ റിങ്സ് കിട്ടിയത് കൊണ്ട് വില്ലൻ അവന്റെ സ്പേസ് ഷിപ്പും എടുത്ത് അവിടുന്ന് തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ നായകൻ അവന്റെ കയ്യിൽ കൊടുത്തത് ഒറിജിനൽ പവർ റിങ്സ് അല്ല. സിനിമയുടെ തുടക്കത്തിൽ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് റിങ്സ് ഇല്ലേ, അതാണ് അവൻ വില്ലന്റെ കയ്യിൽ കൊടുത്തുവിട്ടത്. എന്നാൽ വില്ലൻ സ്പേസിൽ എത്തിയപ്പോഴാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത്. ആകെ ടെൻഷനായ അവൻ കൺട്രോളില്ലാതെ ആ സ്പേസ് ഷിപ്പ് ഓടിച്ചതും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ ഉൽക്കയിൽ കൊണ്ടിടിച്ച് അവന്റെ ഷിപ്പും ആ ഉൽക്കയും മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെ വില്ലന്റെ കഥയോടെ കഴിഞ്ഞു. ഇതെല്ലാം കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ജാക്ക് അങ്ങോട്ടേക്ക് വന്ന് ക്യാപ്റ്റൻ മെഗസിസ് എവിടെയെന്ന് ചോദിക്കുന്നത്. എന്നാൽ നായകന് ജാക്കിനെ കണ്ടതും ഒരുപാട് സന്തോഷമായി. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങൾ എഴുതിയ എല്ലാ കോമിക് ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞ് എല്ലാവരും കൂടി ക്യാപ്റ്റൻ മെഗസിസിനെ തേടാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റൻ മരിച്ചിരുന്നു. അത് കണ്ട് എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നായകനെ കോമിക് ബുക്കിൽ വായിച്ച ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇൻസ്പെയറ എന്ന ഗ്രഹത്തിലുള്ളവർ മരിച്ചുപോയാലും ഈ പവർ റിങ്സ് ഉപയോഗിച്ച് അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നും പറഞ്ഞ് ആ 5 നായ്ക്കളെയും ക്യാപ്റ്റനെ ചുറ്റും നിർത്തി 5 പേരുടെയും ഫുൾ പവർ ഉപയോഗിച്ച് ക്യാപ്റ്റനെ അവർ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം അത് വർക്കായി. ക്യാപ്റ്റൻ വീണ്ടും ജീവനോടെ തിരിച്ചു വന്നു. അത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്പേസ് ഷിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ വന്നത് മറ്റാരുമല്ല, ഇൻസ്പെയറ എന്ന ഗ്രഹത്തിന്റെ രാജകുമാരിയായിരുന്നു. തന്റെ കാമുകനായ ക്യാപ്റ്റനെ അന്വേഷിച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടതും ക്യാപ്റ്റന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ക്യാപ്റ്റൻ അവരെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പവർ റിങ്സ് ഇവൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അത് നിങ്ങൾ അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അത് കേട്ടതും എല്ലാ നായ്ക്കളും രാജകുമാരിയുടെ അടുത്തേക്ക് ചെന്ന് എല്ലാ പവർ റിങ്സും അവളുടെ കയ്യിൽ കൊടുത്തു. 5 പവർ റിങ്സും കിട്ടിക്കഴിഞ്ഞതും രാജകുമാരി അതിന്റെ പവർ ഉപയോഗിച്ച് ക്യാപ്റ്റൻ മെഗസിസിനെ വീണ്ടും പഴയ രൂപത്തിലേക്കാക്കി. അങ്ങനെ ക്യാപ്റ്റൻ ജാക്കിനോടും നായകനോടും എല്ലാം താങ്ക്സ് പറഞ്ഞ് തിരിച്ചു പോകാനായി നിൽക്കുമ്പോഴാണ് വില്ലന്റെ അസിസ്റ്റന്റ് മങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നെ നിങ്ങളുടെ കൂടെ ഇൻസ്പയറിലേക്ക് കൊണ്ടുപോകൂ, എനിക്ക് അങ്ങോട്ട് വരാൻ നല്ല താല്പര്യമുണ്ട്. അത് കേട്ട ക്യാപ്റ്റൻ അവനെ വിളിച്ചുകൊണ്ട് അവരുടെ ഷിപ്പിൽ കയറി അവിടുന്ന് തിരിച്ചുപോയി. അത് മാത്രവുമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ ജാക്ക് ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് നായകൻ അവന്റെ പുതിയ പാർട്ണറാന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മുടെ സൂപ്പർ ഹീറോസ് നായ്ക്കൾ അവരുടെ പവർ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ സിറ്റിയുടെ കാവൽക്കാരായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.